പാകിസ്ഥാനെ സംബന്ധിച്ചറിയാം. നമ്മളൊരു ജനാധിപത്യ രാജ്യമാണെന്നും നമുക്കറിയാം. നമ്മുടെ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പ്രിയാമ്പിൾ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതിനെന്താണ് ആമുഖം, പ്രിയാമ്പിൾ കേട്ടിട്ടുണ്ടോ? പ്രിയാമ്പിൾ. ആ പ്രിയാമ്പിൾ എങ്ങനെയാണ് തുടങ്ങുന്നത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് solemnly resolved to constitute India into a sovereign socialist secular democratic republic അല്ലേ, ഇങ്ങനെയല്ലേ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഭാരതത്തിലെ ജനങ്ങൾ, നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ എന്ത് ചെയ്തു? നമ്മളെ ഭരിക്കപ്പെടാൻ വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചു. അത് എങ്ങനെയുള്ളതായിരിക്കും നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞു? സോവറിൻ ആയിരിക്കും. സോവറിൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പരമാധികാരം. സോവറിൻ എന്ന് വെച്ചാൽ എന്താണ്? പരമാധികാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരുടെയും കീഴിലല്ല. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പരമാധികാരമായിട്ടുള്ള ഒരു രാജ്യമാണ്. നമ്മളെ നിയന്ത്രിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മൾ തന്നെയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. നമ്മൾ പുറത്ത് ആരുടെയും നിയന്ത്രണത്തില്ല. നേരത്തെ നമ്മൾ നിയന്ത്രണത്തിലായിരുന്നു അല്ലേ? ബ്രിട്ടീഷിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. ഇപ്പോൾ നമ്മൾ സോവറിനാണ്. പിന്നെ സോഷ്യലിസ്റ്റാണ്. സോഷ്യലിസ്റ്റ് എന്ന് എന്താണ്? അതായത് എല്ലാവർക്കും എന്ത് ചെയ്യണം? വെൽത്ത് ഇങ്ങനെ പകർന്നു കൊടുക്കണം. എവിടെയെങ്കിലും ഒരിടത്ത് വെൽത്ത് ഇങ്ങനെ കുന്നുകൂടി ഇരിക്കാൻ പാടില്ല. അതാണ് സോഷ്യലിസ്റ്റ് കൺട്രി എന്ന് പറയുന്നതിനുള്ള ആശയമുള്ളത്. സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ. സെക്യുലർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഒരു റിലീജിയൻ ഫോളോ ചെയ്യില്ല എന്നുള്ളതല്ല. സെക്യുലർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മതേതരത്വം എന്നുള്ള വാക്കാണ്. എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ലോകത്ത് എല്ലാ രാജ്യങ്ങളെയും നമ്മൾ സംബന്ധിച്ച് നോക്കിയാൽ പല രാജ്യങ്ങൾക്കും അവരുടേതായിട്ടൊരു മതമുണ്ട്. ആ രാജ്യത്തിൻ്റെ മതമുണ്ട്. ഇപ്പോൾ നമ്മൾ പാകിസ്ഥാൻ എടുക്കുകയാണ്. പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമാണെന്ന് പറയുന്നതുകൊണ്ടാണ് ആ രാജ്യത്തിൻ്റെ മതം മുസ്ലിം മതമാണ്. വത്തിക്കാൻ കേട്ടിട്ടുണ്ടോ? വത്തിക്കാൻ എന്ത് രാജ്യമാണ്? ക്രിസ്ത്യൻ രാജ്യം. അതെന്തുകൊണ്ടാണ് പറയുന്നത്? ആ രാജ്യം ക്രിസ്ത്യാനിറ്റിയെ മതമായി സ്വീകരിക്കുന്നത്. നേരത്തെ നേപ്പാൾ, ഇപ്പം അല്ല, നേരത്തെ നേപ്പാൾ എന്തായിരുന്നു? ഹിന്ദു രാഷ്ട്രമായിരുന്നു. എന്തുകൊണ്ടാണ് അവരുടെ റിലീജിയൻ ഹിന്ദു ആണ് എന്നത് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത, നമ്മൾ പറയുന്നത് സെക്യുലറാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് മതമില്ല. ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന് മതമില്ല. പക്ഷെയോ ആ രാജ്യത്തിലുള്ള ആളുകൾക്ക് ഏത് മതത്തിലും വിശ്വസിക്കാം, ഏത് വിശ്വാസത്തിലും അവർക്ക് പ്രവർത്തിക്കാം. ഇതാണ് നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് എന്ന് പറയുമ്പോൾ ആ സെക്യുലർ എന്നുള്ള വാക്കിന് വലിയ അർത്ഥമുണ്ട്. അതായത് നമുക്ക് ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാൻ. ഇനി നമ്മുടെ മതം നമുക്ക് പ്രചരിപ്പിക്കാം, നമ്മുടെ മതത്തിൽ നമുക്ക് വിശ്വസിക്കാം, അതിൻ്റെ ആരാധനാലയങ്ങൾ കെട്ടാം, അവിടെ ആരാധിക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ എല്ലാവരും തമ്മിൽ പരസ്പര ബഹുമാനത്തോടു കൂടി പോകണം. എന്നാൽ രാജ്യത്തിന് സ്വന്തമായി മതമില്ല. അതാണ് നമ്മുടെ പ്രത്യേകത. അപ്പോൾ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞതാണ് ജനാധിപത്യ രാജ്യമാണെന്ന് പറയും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഈ ഭരണഘടന നിങ്ങൾ മുറുകെ പിടിച്ച് ഈ ഭരണഘടനയ്ക്ക് അനുസൃതമായി നമ്മുടെ സമൂഹത്തിനകത്ത് സോഷ്യൽ സർവീസ് ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാവും. അപ്പം നിങ്ങളെല്ലാം പഠിച്ച് നിങ്ങളെല്ലാം പല ഇതിലേക്കാവും. ഇപ്പം എല്ലാവർക്കും സോഷ്യൽ സർവീസ് മാത്രമായി ചെയ്ത് നിൽക്കാൻ ചിലപ്പോൾ ജീവിത സാഹചര്യത്തിൽ നമുക്ക് പറ്റില്ല. പക്ഷേ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളൊരു ഡോക്ടറാകും അല്ലേ? ആ ഡോക്ടർ എന്ന് പറയുന്ന ജോലിയിൽ നിങ്ങൾ സോഷ്യൽ സർവീസ് ചെയ്യാൻ പറ്റും അല്ലേ? ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് ഒരു വൈദ്യസഹായം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്തു കൊടുത്താൽ അത് സോഷ്യൽ സർവീസാണ് അല്ലേ? അതുപോലെ നിങ്ങളൊരു വക്കീലാകുമ്പോൾ നല്ല കാശ് മേടിക്കുന്ന വക്കീലാണ് നമ്മൾ അല്ലേ? പക്ഷേ ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരാൾ വരെയാണ്. അയാൾക്ക് നമുക്ക് നമ്മുടെ ഈ പ്രൊഫഷൻ കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റുകയാണ്. വക്കീൽ പണിയുണ്ട്, നമുക്കൊരു കേസിൽ നമ്മൾ അപ്പീൽ ചെയ്യാം. അപ്പോൾ അത് നമുക്ക് സോഷ്യൽ സർവീസാണ്. അങ്ങനെ സോഷ്യൽ സർവീസുള്ള ആളുകളാണ്. പിന്നെ എന്തായിരിക്കണം? സെക്യുലർ ആയിരിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനം അല്ലേ? ഇപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ കൂട്ടുകാരൊക്കെ ഇരിക്കുകയാണ് അല്ലേ? നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണ്, ഏത് ജാതിയിൽപ്പെട്ടവരാണ് നമ്മൾ ചോദിച്ചിട്ടാണോ നമ്മൾ സ്കൂളിൽ ഒരു ഫ്രണ്ടിന് തിരഞ്ഞെടുക്കുന്നത്? അല്ല, നമ്മുടെ ചങ്കായിട്ടുള്ള ആൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മളവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പുറത്താണ്. അതിനൊരു ജാതിയില്ല, മതമില്ല. അങ്ങനെ ഒരു ജാതിയും മതവും ഒന്നും ചിന്തിക്കാത്ത നല്ല കുട്ടികളായിട്ട് നമുക്ക് വളരാൻ, നല്ല മനുഷ്യന്മാരായിട്ട് വളരാൻ കഴിയുക. അതാണ് നിങ്ങൾ. അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? എല്ലാവരെയും നമുക്ക് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നമുക്ക് പെരുമാറാൻ കഴിഞ്ഞാൽ വിദ്വേഷം ഇല്ലാതെ ഇരിക്കുക എന്നുള്ളതാണ്. സെക്യുലർ ആയിരിക്കുക, എല്ലാവരോടും സ്നേഹം ഉണ്ടായിരിക്കുക. ഇതാണ് എനിക്ക് മുന്നോട്ട് തരാനുള്ള മെസ്സേജ്. അതിനൊക്കെ ഈ പറഞ്ഞതുപോലെ സോഷ്യൽ സർവീസ് എന്നുള്ളത് എപ്പോഴും മനസ്സിലുണ്ടാവണം. അത് ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ഫുൾ ടൈം സോഷ്യൽ സർവീസിലേക്ക് വരണമെന്നല്ല പറഞ്ഞത്. നമ്മൾ പോകുന്ന പ്രൊഫഷനിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു മനസ്സുണ്ടാവുന്നതാണ് എനിക്ക് മുന്നോട്ട് വരാനുള്ള ഒരു മെസ്സേജ്. ഓക്കെ.
പ്രസിഡന്റ് ആവട്ടെ. തൽക്കാലം നമുക്ക് ഈ യോഗത്തിന് അഡ്മിഷൻ വേണ്ടേ? അങ്ങനെ ആരെ തീരുമാനിച്ചു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ തീരുമാനിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ആദ്യത്തെ യോഗം കൂടി. എന്നിട്ട് പറഞ്ഞു നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് വോട്ടിട്ട് തിരഞ്ഞെടുത്താണ് ആരെയായി? രാജേന്ദ്ര പ്രസാദ്. കേട്ടോ, അപ്പൊ നമ്മുടെ ആരും ചോദിക്കുന്നത് ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആരും ചോദിച്ചാൽ ആരാണ്? രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. പക്ഷെ അതിനകത്ത് സച്ചിദാനന്ദ സിൻഹ എന്ന് പറഞ്ഞൊരു പേര് കൂടെ ഉണ്ടെങ്കിൽ, നമ്മൾ സാധാരണ മത്സര പരീക്ഷയിലൊക്കെ അങ്ങനെ പറയും, ഒരു പേര് കൂടെ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ പേര് പറഞ്ഞു വിട്ടരുത്. ആരെ? സച്ചിദാനന്ദ സിൻഹ. ഇനി BR അംബേദ്കറുടെ പ്രത്യേകത എന്തായിരുന്നു? ഫാദർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ കുറേ കമ്മിറ്റികളുണ്ടായി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റി ഉണ്ടാക്കി. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ പ്രത്യേകത എന്തായിരുന്നു അറിയോ? നമ്മുടെ ഭരണഘടനയുടെ ഒരു കരട്, ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയത്. BR അംബേദ്കർ ഉൾപ്പെടെ 7 പേരടങ്ങുന്ന ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടാക്കി. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ത് ചെയ്തു? അവര് ഈ നമ്മളെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണഘടന എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ആദ്യം കുറേ കാര്യങ്ങൾ എഴുതിയുണ്ടാക്കി. എന്നിട്ട് ആ അസംബ്ലിയുടെ മുമ്പിൽ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? പബ്ലിക് ഒപ്പീനിയൻ എടുത്തു. കാരണം ജനങ്ങളാണല്ലോ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത് ഏത് വാക്കിലാണ് അറിയാമോ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അപ്പോൾ നമ്മുടെ ഭരണഘടന ആരാണ് പറഞ്ഞ നിലവിൽ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന ആരാണ്? BR അംബേദ്കർ അല്ല, രാജേന്ദ്ര പ്രസാദ് അല്ല, അതുപോലെ പിന്നെ ആരാ കൊണ്ടുവന്നത്? ജനങ്ങൾ. എവിടുത്തെ ജനങ്ങൾ? നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ അവർക്ക് വേണ്ടി കൊണ്ടുവന്ന ഭരണഘടനയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ജനങ്ങളുടെ ഒപ്പീനിയൻ എടുത്തിട്ട് അതിൽ പറ്റേണ്ട മാറ്റങ്ങൾ എന്നിട്ട് ഇത് ചർച്ച ചെയ്തു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. 2 വർഷവും 11 മാസവും 8 ദിവസവും ഒക്കെ എടുത്തിട്ടാണ് ഇത് ചർച്ച ചെയ്തത്. അപ്പോൾ ഓരോ സെക്ഷൻ അതിനകത്തുള്ള ഭരണഘടനയിലുള്ള ഓരോ ആർട്ടിക്കിളും ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മുടെ നാഷണൽ ആന്തം എങ്ങനെയായിരിക്കണം, നമ്മുടെ പിന്നെ നാഷണൽ ഫ്ലാഗിൻ്റെ നിറം എങ്ങനെയായിരിക്കണം, ഇതൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് എങ്ങനെ നമ്മുടെ ഭരണഘടന ആരംഭിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു ചർച്ച നടത്തിയാണ് ഓരോന്നും കൊണ്ടുവന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വന്നു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വന്നിട്ട് അതിനകത്ത് ഒരു ഡ്രാഫ്റ്റ് ഇത് ചെയ്തു, പബ്ലിക് ഒപ്പീനിയൻ എടുത്തു, അതിനകത്ത് ചർച്ച നടത്തി നമ്മൾ 2 വർഷം 11 മാസം എടുത്ത് എന്ത് ചെയ്തു? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗീകരിച്ചു. ഓക്കെ, ക്ലിയർ ആയോ?